ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്തിനാ മോങ്ങുന്നേ? ഇവിടുത്തെ ജോലിയൊന്നും ചെയ്യാൻ പറ്റത്തില്ലേ? പറ്റുമോളെ, എനിക്കിപ്പോ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല. എല്ലാ പണിയും ചെയ്തോളാം. ആകെ തളർന്നിരിക്കുമല്ലോ. വെള്ളം കോരാനും കൊണ്ടുവയ്ക്കാനും ഒക്കെ ഞങ്ങളും കൂടി സഹായിക്കാം. അല്പം വിശ്രമിക്കേ. സന്മനസ്സിന് നന്ദിയുണ്ട്. പക്ഷേ ഈ നേർച്ച എന്റെ കൈകൊണ്ട് തന്നെ നിർവഹിച്ചാലേ ഫലപ്രാപ്തി ഉണ്ടാവും. പരസഹായം പാടില്ല. ഇതെന്തിനുള്ള നേർച്ചയാ? അതൊന്നും പരസ്യപ്പെടുത്താൻ പാടില്ല. അതാ ശാസ്ത്രം. വന്ദന എന്തായി ചെയ്യുന്നത്? ക്ഷേത്രക്കിണറ്റിലെ വെള്ളം മുഴുവൻ കോരി വറ്റിക്കാന്ന് വല്ല നേർച്ചയുണ്ടോ? കൈയും കാലും പോലും തളരുന്ന വിധം ആകെ തളർന്നിരിക്കുന്നു. വന്ദനെ, നടുവല്ലാതെ വേദനിക്കുന്നുണ്ട്. അല്പനേരം കിടന്ന് നടുവൊന്ന് നിവർത്തിയിരുന്നെങ്കിൽ കുറച്ച് ആശ്വാസം കിട്ടിയാന്. വേണ്ട, ഹരിത എങ്ങാനും കണ്ടുകൊണ്ട് വന്ന പിന്നെ അത് മതി ഭൂകമ്പത്തിന്. ഇത്ര നേരം കഷ്ടപ്പെട്ടതൊക്കെ വെറുതെ ആവും. സുചിത്രയും വന്ദനയും ഇല്ലാത്തതിന്റെ കുറവ് നന്നായി അനുഭവപ്പെടുന്നുണ്ട്. ചന്ദ്രു എന്ന് വിളിച്ച് ആശ്വസിപ്പിക്കാൻ മാധവേട്ടനുമില്ല. വല്ലാത്തൊരു ശൂന്യത തന്നെ. അടുക്കള ജോലിയൊന്നും ഇതുവരെ കഴിഞ്ഞില്ലേ? കഴിയാറായി മോളെ. അത്ര വലിയ കഠിനാധ്വാനം ചെയ്ത് വെച്ച് വിളമ്പാനായിട്ട് ഇത് അവിടുത്തെ പോലെ കൂട്ടുകുടുംബമൊന്നും അല്ലല്ലോ. ആകെ 3 പേരല്ലേ ഉള്ളൂ. എന്നിട്ടും ഇതുവരെ ഫുഡ് റെഡിയായില്ല. എല്ലാം റെഡിയായി കഴിഞ്ഞു. നിങ്ങൾ എങ്ങോട്ടോ യാത്രയാണെന്ന് തോന്നല്ലോ. ഒരു ഫംഗ്ഷന് പോവാ. ആപ്പ ഫംഗ്ഷനൊന്നും അല്ല, VIP ഫംഗ്ഷനാ. എല്ലാവർക്കും ഒന്നും അകത്തോട്ട് പ്രവേശനം ഇല്ല. അത് കൊള്ളാം. മുൻ MLA കരുണാകരക്കുറുപ്പിന്റെ മകൾക്ക് അതിനുള്ള അർഹതയും യോഗ്യതയൊക്കെ ഉണ്ടല്ലോ. അമ്മേ, ഞാനും ഹരിതയോടൊപ്പം പുറത്തോട്ട് പോവാ. ഇവൻ ദരിദ്രവാസി ഫംഗ്ഷനൊക്കെ അല്ലേ കണ്ടിട്ടുള്ളൂ. ഇനിയെങ്കിലും മനുഷ്യന്മാരുടെ സംസ്കാരം കണ്ടു പഠിക്കട്ടെ എന്ന് കരുതി. അതുകൊണ്ടേ ഇവനെയും കൂടെ കൂട്ടി. പിന്നെ വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടെ തുണികളൊന്നും അങ്ങോട്ട് വൃത്തിയാവുന്നില്ല. അതുകൊണ്ട് അത് കല്ലിൽ ഉരച്ച് തന്നെ കഴുകണം. 2 ആഴ്ചത്തെ തുണികളുണ്ട്. എന്താ പറഞ്ഞത് കേട്ടില്ലേ? അതോ സൗകര്യമില്ലെന്ന ഭാവമാണോ? മുറികളൊക്കെ ആകെ പൊടി പിടിച്ച് കിടക്കുക. തൂപ്പും തുടപ്പൊന്നും ഇല്ലല്ലോ. ആ വാടക വീട്ടില് നാഴികയ്ക്ക് 40 വട്ടം ചൂലും എടുത്തോണ്ട് നടക്കുന്നവരാ. ഇത് കണ്ടവരുടെ വീടല്ലേ. വെറുതെ ശരീരം അനങ്ങാതെ തിന്നും കുടിച്ചിരുന്നാലേ കൊളസ്ട്രോൾ കൂടും. കൊഴുപ്പ്. അമ്മയെ കൊണ്ട് പാടുള്ള പണിയൊന്നും ചെയ്യിക്കാൻ പാടില്ല. അമ്മയ്ക്ക് നെഞ്ചുവേദന ഉണ്ടാവും. ഓ പിന്നെ നെഞ്ചുവേദന.
അമ്മയുടെ കാര്യത്തിൽ അത്ര ഉത്കണ്ഠയാണെങ്കിലേ പണിയെടുക്കാൻ ഒരു വേലക്കാരിയെ നീ നിർത്ത്. അവളുടെ ശമ്പളവേ നിന്റെ ചെലവില് നീ നടത്ത്. എന്താ അതിന് കഴിയുമോ നിനക്ക്? കഴിയില്ലല്ലോ. എങ്കിൽ നിന്റെ തള്ള തന്നെ പണിയെടുക്കും. എന്തിനാ മോങ്ങുന്നേ? ഇവിടുത്തെ ജോലിയൊന്നും ചെയ്യാൻ പറ്റത്തില്ലേ? പറ്റുമോളെ, എനിക്കിപ്പോ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല. എല്ലാ പണിയും ചെയ്തോളാം. എന്നാലേ വയസ്സുകാലത്ത് തിന്നും കുടിച്ചുമൊക്കെ ഇവിടെ നിക്കാം. അല്ലെങ്കിൽ കൂടും കുടുക്ക എടുത്ത് ഇവിടുന്ന് ഇറങ്ങിക്കോണം. വാടാ. അമ്മേ, അമ്മയ്ക്ക് നെഞ്ചുവേദന വരാതിരിക്കാൻ ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കാം. എനിക്ക് അതിനെ നിവൃത്തിയുള്ളൂ. മനോജേ, ആ വരുന്നു. പോട്ടെ അമ്മേ. വന്ദനെ, എന്താ ഇത്? എന്താ വന്ദന ഇതൊക്കെ? ഭർത്താവായി എന്നോട് അകലം പാലിക്കുന്നത് പോട്ടെ, ഇങ്ങനെ ഒരു വഴിപാട് ക്ഷേത്രത്തിൽ നടത്തുന്ന കാര്യം എന്നോട് പോലും പറഞ്ഞില്ലല്ലോ. എന്തിനാ ഇത്രയും സാഹസപ്പെട്ട ഒരു വഴിപാട് നടത്തുന്നത്? നമ്മുടെ ജീവിതത്തിൽ ഇത്രയും വലിയ എന്ത് പ്രശ്നമുള്ളത്? എല്ലാ സത്യങ്ങളും ജഗനോട് തുറന്നു പറയണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഒന്നും പറയാൻ പാടില്ലെന്നാ ജോത്സ്യം വിളക്കിയിരിക്കുന്നത്. ഞാനായിട്ടത് തെറ്റിക്കില്ല. വന്ദനെ, വഴിപാട് നടത്തി ക്ഷീണിച്ച് സംസാരശേഷി പോലും പോയോ നിനക്ക്? എന്തിനാ ഈ വഴിപാട് നടത്തുന്നതെന്ന് ചോദിച്ചത്? മാനത്തെ കൊട്ട